കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഇമ്പോർട്ടൻ്റ് ആയ ഘടകമാണ്. മിക്കവർക്കും മുടി കൊഴിച്ചിൽ, കഷണ്ടി എന്നിവ അവരുടെ കോൺഫിഡൻസ് ലെവൽ താഴാനുള്ള കാരണമാകുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് നാച്ചുറൽ ഹെയർ പ്ലാന്റ്സ് NHP. NHPയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് NHPയുടെ റീസെൻറ്റ് കസ്റ്റമറായ മിസ്റ്റർ ജലീൽ സാറാണ്. സോ ജലീൽ സാറിനോട് നമുക്ക് NHPയുമായുള്ള ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ജേർണിയുമായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചറിയാം. ഹലോ സർ. സോ എങ്ങനെയാണ് ഈ ഹെയർ ലോസ് എപ്പോഴാണ് നോട്ടീസ് ചെയ്തത് സർ? ഹെയർ ലോസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ബാക്കിൽ നിന്നായിരുന്നു കൂടുതൽ പോയിരുന്നത്. പക്ഷേ മിററിൽ നോക്കുമ്പോൾ ഒന്നും ഫീൽ ചെയ്യില്ലായിരുന്നു. ഒരു ദിവസം എൻ്റെ മോളായിരുന്നു എന്നോട് പറഞ്ഞു, ഉപ്പയുടെ ബാക്ക് ക്ലിയർ ആയി തുടങ്ങിയെന്ന്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എൻ്റെ മുടി ലൂസ്. പിന്നെ മാത്രമല്ല, പിന്നെ നമ്മൾ നല്ല തിക്ക് മുടി വരുന്നുണ്ട്. അത് ചീകുമ്പോൾ പിന്നെ വളരെ ലൂസായിട്ട് ഇങ്ങനെ പാറി പറന്ന് നടക്കുന്ന പോലത്തെ ക്ലിയർ ആയി നിൽക്കുന്നില്ല. അപ്പോഴാണ് നമ്മളിത് നോട്ടീസ് ചെയ്ത് തുടങ്ങിയതും എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയതും. സാർ ഇപ്പം മലപ്പുറത്താണല്ലേ? അതെ അതെ. കൂടാതെ അബ്രോഡ് ആയിരുന്നു ജോലി ചെയ്തത്. അപ്പം കണ്ണൂരുള്ള NHPയിൽ എങ്ങനെ എത്തിപ്പെട്ടു? ഞാൻ ഖത്തറിലാണ്, ആക്ച്വലി സ്റ്റിൽ ഇൻ ഖത്തർ. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആളെ പേര് ഫാസിൽ എന്നാണ്. ആൾ ഈ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം NHPയുടെ ഒരു കസ്റ്റമറും NHPയെ കുറിച്ച് അദ്ദേഹം അതിൻ്റെ എല്ലാ വഴികളും എങ്ങനെയാണ് ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ടതെന്നും അതിൻ്റെ ഓരോ ഘട്ടങ്ങളും കൃത്യമായിട്ട് അത് ഞാൻ ഇത് ചെയ്യേണ്ടായി. അത് ഞാൻ നോട്ടീസ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവനെ ബന്ധപ്പെട്ടു, അവനായിട്ട് ഇത്. അപ്പോഴേ അവൻ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഇന്ന് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ, ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കിപ്പോൾ എൻ്റെ അടുത്ത് ഇത്രയും ദൂരം വരേണ്ട യാതൊരു ആവശ്യമില്ല, തൊട്ടടുത്തുണ്ട്. പക്ഷേ അത് സ്ഥാപനം, അതേപോലെ അത് ചെയ്യുന്ന ഡോക്ടേഴ്സ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കൃത്യമായിട്ട് അതിൻ്റെ ഇൻഫർമേഷൻസ് എന്തെങ്കിലും പറഞ്ഞ് ചെയ്യിക്കില്ല, ഇന്നതാണ് ഇതിന് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അത് ഇങ്ങനെയൊക്കെയാണ്, അത് കൃത്യമായിട്ട് നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നമുക്കത് സാറ്റിസ്ഫാക്ഷനായിട്ട് തോന്നണം. ഓക്കെ, എനിക്ക് അവിടെ ചെയ്യാന്നുള്ള ഒരു ഫീലിംഗ് അത് എനിക്ക് ഇവിടുന്ന് കിട്ടി. അതിനെ സജസ്റ്റ് ചെയ്ത ഫാസിലാണ്. ഞാനിവിടെ വന്നു, ഫാസിലിനായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഇന്ദു മാമിനായിട്ട് സംസാരിച്ചു. ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ ഇവിടെ വന്ന് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ 2022 മാർച്ചിലാണ് ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. സോ ഫാർ ഐ ആം സോ ഹാപ്പി. എന്നെ കണ്ടപ്പോൾ മുടി പോയി എന്ന് തോന്നുന്നുണ്ടോ? അതാണ് ഒരു ജേണി. അപ്പം സാറിന് സ്റ്റാർട്ടിങ് മുതൽ ഇപ്പൊ വരെയുള്ള ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? ലൈക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തായിരുന്നോ? ഇല്ല, ഇത് ആദ്യത്തെ ഒരു 2 ആഴ്ച ഞാൻ വിചാരിച്ചു ചെയ്യേണ്ടിയിരുന്നില്ല. കാര്യം തലക്കകത്ത് ഒരു കൂടം കൊണ്ട് അടിച്ച പോലെ ആയിരുന്നു. കാര്യം എൻ്റെ ഇവിടെ ആയിരുന്നല്ലോ, ഇവിടെ ചെയ്ത സ്ഥലത്ത് അത് ആദ്യമേ പറഞ്ഞിരുന്നു, കുറച്ച് 2 ആഴ്ച ഒരു വിഷമങ്ങൾ ഉണ്ടാവും, അത് മാറും, ഓട്ടോമാറ്റിക്കായിട്ട് മാറും എന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോൾ കുറച്ചും കൂടെ നീണ്ടേക്കാം. അപ്പം ഞാൻ ഈ ആദ്യത്തെ ഇത് കഴിഞ്ഞു 4-ാം ദിവസം തിരിച്ച് ഗൾഫിൽ പോയി. ഇവർ കൃത്യമായിട്ട് അതിന് മെഡിസിനും കാര്യങ്ങളൊക്കെ തന്നിരുന്നു. അത് കൃത്യമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ കാര്യങ്ങൾ. പക്ഷേ ആ പെയിൻ അങ്ങനെ സായിട്ട് നിൽക്കുമായിരുന്നു എൻ്റെ ഇതിൽ. അപ്പോൾ ആദ്യത്തെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ലൈഫ് ലോങ് ഈ പെയിനായിട്ട് പോകേണ്ടി വരും. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അത് സ്വാഭാവികമായിട്ട് മാറി. പിന്നെ എനിക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ഫീലിങ്ങേ വന്നിട്ടില്ല. അത് എന്താ പറയുക, അല്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞില്ല. കാരണം ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന്. കാര്യം ആ പെയിൻ അങ്ങനെ ഞാൻ ഫാസിലിനോടും ചോദിച്ചു, ഇത് ഇങ്ങനെ തന്നെയാണോ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പെയിനൊക്കെ പോയി, വളരെ ഫ്രീ ആയി. മറ്റുള്ളവർ നമ്മൾ മൊട്ടടിക്കും, മൊത്തത്തിൽ മൊട്ടടിക്കുമല്ലോ. അപ്പോൾ ആദ്യമൊക്കെ എന്നെ സ്ഥിരമായിട്ട് കാണുന്നവർ എന്തായിരുന്നു എന്ന് വെച്ചാൽ, പിന്നെ മുടി ഗ്രോ ചെയ്ത് ആർക്കും ഇങ്ങനൊരു ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്തതേ അറിയില്ല. അതെ 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 അതെ. NHPയുടെ സർവീസിനോട് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്? യെസ് 100% സാറ്റിസ്ഫൈഡ്. അവരുടെ ഗൈഡൻസും സർവീസും ഒക്കെ എങ്ങനെയായിരുന്നു? കൃത്യമായിട്ട് എപ്പോൾ വിളിച്ചാലും അവർ ഇത് ചെയ്യും. ഈവൻ ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ എല്ലാ സ്റ്റാഫും ഇന്നാളെന്നല്ല, അവരൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ആണ് ബിഹേവ് ചെയ്തത്. അതേപോലെ എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും നമുക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ട്, ഏത് സമയത്താണെങ്കിലും. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഞാൻ ഖത്തറിലാണ് ഉള്ളത്. ഇപ്പോൾ അവിടെ ഇത് ചെയ്യുന്ന മറ്റ് വിദേശ രാജ്യങ്ങളുണ്ട്, എസ്പെഷ്യലി തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ അവിടെ പോയിട്ട് വന്ന ആളുകളുടെ ഒരു എക്സ്പീരിയൻസ് നോക്കുമ്പോൾ അവർക്കൊന്നൊരു ചെയ്യുമ്പോൾ ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഫോളോ അപ്പും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് കിട്ടുന്നില്ല. അതിൻ്റെ ഒരു എന്താ പറയുക, അവിടെ കുറേ പേര് പോയി ചെയ്ത് അവർ അൺസാറ്റിസ്ഫൈഡ് ആണ്. അതിന് പ്രധാന റീസൺ ഇതാണ്, പെയിൻ ഉണ്ട്, മറ്റ് പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല
ഒരു വേണ്ടത്ര ഫോളോ അപ്പും കാര്യങ്ങളും ആ വൺ ടൈം പ്രോസസ്സ് തീർന്നാൽ അതായിട്ട് അവസാനിച്ചു. ആ ഒരു രീതിയിലാണ് അവിടെ പൊതുവായിട്ട് കാണുന്നത്. അതാണ് എനിക്ക് ഈ NHB കിട്ടിയ മറ്റൊരു ഏറ്റവും വലിയൊരു സർവീസായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഫോളോ അപ്പും നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിന് കൃത്യമായിട്ട് റിയാക്ട് ചെയ്യാനും അതിനെ റെമഡി കൊടുക്കാനും കഴിയുമെന്ന് പറഞ്ഞാൽ അതാണ് ഒരു സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾ അധികം മുന്നോട്ട് പോകാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇവർ ആ സർവീസ് നന്നായി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഇതുവരെയുള്ള അനുഭവം. സാർ ചെയ്തത് മുതൽ ഇപ്പോൾ വരെ NHB കൂടെയുണ്ട്. അതെ 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 അതെ. താങ്ക് യു സാറിനോട് ഏറ്റവും വലിയ നന്ദി. അതേപോലെ തന്നെ ഇനിയും അടിപൊളിയായിട്ട് പോയിക്കോട്ടെ. സോ ഇതൊക്കെയാണ് ഖത്തറിൽ നിന്നുള്ള മിസ്റ്റർ ജലീൽ സാറിൻ്റെ NHBയുമായുള്ള ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എക്സ്പീരിയൻസ്. ഖത്തർ പോലെയുള്ള സ്ഥലങ്ങളിൽ നിരവധി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സെൻറ്റർ ഉണ്ടായിട്ടുകൂടി നമ്മുടെ കണ്ണൂരുള്ള NHBയിൽ അദ്ദേഹം തിരഞ്ഞെടുക്കാനുള്ള കാരണം തന്നെ ഇവിടെയുള്ള ഗൈഡൻസും ഇവിടുത്തെ സർവീസും മാത്രമാണ്. സോ നിങ്ങൾക്കും മുടികൊഴിച്ചിൽ, കഷണ്ടി എന്നിവ ഉണ്ടെങ്കിൽ തീർച്ചയായും NHBയിൽ വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് പൂർണ്ണമായ ഗൈഡൻസും കൂടാതെ 100% റിസൾട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.